നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ പ്രതിമാസ ധനസഹായത്തിന് വേണ്ടി ഓൺലൈനിലൂടെ എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. നിലവിൽ സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷ നൽകുന്നവർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതിയിലെ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ അല്ലാത്തവരാകണമെന്നും നിബന്ധനകളുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. നിലവിൽ നീല, വെള്ള റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഈ പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഗൂഗിൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞ് K-Smart എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ ksmart.lsgkerala.gov.in എന്നുള്ള ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു പുതിയ വിൻഡോ ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ വലതുവശത്ത് മുകളിലായി രജിസ്റ്റർ, ലോഗിൻ എന്നുള്ള 2 ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ലോഗിൻ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. പുതിയതായുള്ളവർ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിന് താഴെയായി സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ ഇന്ത്യ, അബ്രോഡ് എന്ന് 2 ഓപ്ഷൻ കാണാം. ഇതിൽ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുത്ത് താഴെ കാണുന്ന ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവ് ആയി വരും. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ സ്റ്റാർട്ട് KYC എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ പുതിയതായി ഒരു ഡിക്ലറേഷൻ പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇതിൽ കൊടുത്തിട്ടുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവായി വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ നിങ്ങളുടെ ആധാറിലുള്ള ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ KYC വെരിഫിക്കേഷൻ സക്സസ് എന്ന് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ഓപ്പണായി വരുന്ന ഈ പുതിയ പേജിൽ മുകളിലായി ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ ഇടതുവശത്തായി കാണുന്ന ഈ ബോക്സിൽ ചീഫ് മിനിസ്റ്റർ സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. കൂടെ അതിനടുത്തായി കാണുന്ന ആപ്ലിക്കേഷൻ ഫോർ ചീഫ് മിനിസ്റ്റർ സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഓപ്പണായി വരുന്ന ഈ പുതിയ വിൻഡോയിൽ 6 സ്റ്റെപ്പുകളിലായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഇതിൽ ആദ്യമായി ആധാർ കാർഡ് ആൻഡ് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ആദ്യമായി ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി നെയിമാണ്, അതും സെലക്ട് ചെയ്യുക. അതിന് താഴെയായി വാർഡ് നമ്പർ ഏതാണെന്നുള്ളത് കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ളത് ആധാർ കാർഡ് വെരിഫിക്കേഷനാണ്. നിങ്ങളുടെ ആധാർ നമ്പർ കറക്റ്റായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്തായി ആധാറിലുള്ള നെയിം അതേ ഫോർമാറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എലിജിബിൾ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് നോട്ട് എലിജിബിൾ എന്നായിരിക്കും ഇവിടെ കാണിക്കുക. നിലവിൽ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എലിജിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ആധാർ കാർഡ് വെരിഫൈഡ് എന്ന് കാണിക്കുകയും അതിനു താഴെയായി നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ആയി വരുന്നതും കാണാം. ഇവിടെ നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള വിവരങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായി ആപ്ലിക്കൻ്റ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേര്, ജനനത്തീയതി, വയസ്സ്, ജെൻഡർ, അതുപോലെ നിങ്ങൾ വിവാഹിതയാണെന്നുണ്ടെങ്കിൽ വൈഫ് ഓഫ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഹസ്ബൻഡിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. വിവാഹിത അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെയായി അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ അഡ്രസ്സ് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായി ജോബ് ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ സ്റ്റുഡൻറ്റ്, ജോബ് സീക്കർ, ഹോം മേക്കർ, എംപ്ലോയിഡ് അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണോ വേണ്ടുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയിഡ് കാറ്റഗറിയിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നാലാമതായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, IFSC കോഡ്, അതുപോലെ അക്കൗണ്ട് നമ്പർ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ അക്കൗണ്ടിലേക്കായിരിക്കും പ്രതിമാസം 1000 രൂപ വരുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഞ്ചാമതായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ആദ്യമായി ഏജ് പ്രൂഫ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിനായി ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ 5 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 MB താഴെയുള്ള PDF ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി അപേക്ഷിക്കുന്ന ആളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 2 MB താഴെയുള്ള JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവസാനമായി ഇതിൽ അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ 6 yes or no ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്.
ഇത് ഓരോന്നും വായിച്ചു കൊടുത്ത് യെസ് ആണോ നോ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. ആദ്യമായി ഇതിൽ കൊടുത്തിട്ടുള്ളത് ആർ യു എ പേഴ്സൺ റിസീവിങ് എ സർവീസ് പെൻഷൻ, എന്തെങ്കിലും സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോ എന്ന് കൊടുക്കുക. രണ്ടാമതായി ആർ യു എ പേഴ്സൺ റിസീവിങ് ആൻ EPF പെൻഷൻ, EPF പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അതും നോ എന്ന് കൊടുക്കുക. മൂന്നാമതായി ആർ യു എ പേഴ്സൺ റിസീവിങ് എ ഡിപ്പെൻഡൻറ്റ് പെൻഷൻ, ഡിപ്പെൻഡൻറ്റ് പെൻഷൻ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അതും നോ എന്ന് കൊടുക്കുക. നാലാമതായി ആർ യു എ പേഴ്സൺ റിസീവിങ് എ പെൻഷൻ അണ്ടർ NBS സ്കീമിന് അണ്ടറിലുള്ള പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോ എന്ന് കൊടുക്കുക. അഞ്ചാമതായി ആർ യു എ പെർമനൻ്റ് റെസിഡൻറ്റ് ഓഫ് ദി കേരള സ്റ്റേറ്റ്, കേരളത്തിലെ സ്ഥിരതാമസക്കാരാണോ എന്നുള്ളതാണ്. അത് യെസ് എന്ന് കൊടുക്കുക. ആറാമതായി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോ എന്ന് കൊടുക്കുക. എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്ത് അതിന് താഴെയായി കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജും ആപ്ലിക്കേഷൻ നമ്പരും റിസീവായി വരുന്നതായിരിക്കും.